right. So, first question. Where is it? Okay. Sum of two numbers. So, ഇത് copy ചെയ്യുക. Copy and paste it here. പിന്നെ ഇത് ഒഴിവാക്കാം. ഇത് കമൻറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഈസി ആയിട്ട് എങ്ങനെ കമൻറ്റ് ചെയ്ത് റൈറ്റ് സൈഡ് ദ കൺട്രോൾ പ്ലസ് ബാക്ക് സ്ലാഷ്. സോ അതാ ലൈക്ക് ബാക്ക് സ്ലാഷ് മീനിങ് ആ സ്പേസ് ബാറിൻ്റെ മുകളിലുള്ള ബാക്ക് സ്ലാഷ് അമർത്തി കഴിഞ്ഞാൽ വേഗം കമൻറ്റ് ആവും. ഓക്കെ. സോ ഇതിൽ ചോദിച്ചിരിക്കുന്ന റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് ടു നമ്പേഴ്സ് ആൻഡ് പ്രിന്റ് ദ റിസൾട്ട്. ഇൻപുട്ട് എ ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 3 ആൻഡ് ഔട്ട്പുട്ട് ഈക്വൽ ടു 8. സോ ഇൻപുട്ട് ഇപ്പൊ ഇവര് ചോദിച്ചിരിക്കുന്നത് രണ്ട് നമ്പേഴ്സ് ഇൻപുട്ടായി എടുക്കണം, ഓർ അറ്റ്ലീസ്റ്റ് മേടിക്കണം, ആൻഡ് അതിന്റെ സം കണ്ടുപിടിക്കണം. ഇപ്പൊ എങ്ങനെ ഇൻപുട്ട് എടുക്കുക? നമ്മൾ പൈത്തണിൽ എങ്ങനെ ഇൻപുട്ട് എടുക്കുക? സിമ്പിൾ. ഒരു വേരിയബിൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് ആൻഡ് ദെൻ അതിൻ്റെ ഉള്ളിൽ ലെറ്റ്സ് സേ ഗിവ് നോ എൻ്റർ എ വാല്യൂ. ഓക്കെ. സോ ഇങ്ങനെയാണ് ഒരു ഇൻപുട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ആൻഡ് നമ്മൾക്ക് ഇൻപുട്ടായിട്ട് ബി കൊടുക്കണം. സോ ബി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ബി വാല്യൂ. ബിന്റെ ഇൻപുട്ട് കൊടുത്തു. ഇതാണ് ഇൻപുട്ടിന്റെ സിൻടാക്സ്. ഒരു വേരിയബിൾ ഈക്വൽ ടു ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുക, പിന്നെ ഒരു സ്ട്രിങ് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി. ഓക്കെ. ആൻഡ് ഇതിന്റെ നമ്മൾ ഇൻപുട്ട് എടുത്ത ശേഷം സമ്മ് കണ്ടുപിടിക്കണം. എങ്ങനെ സമ്മ് കണ്ടുപിടിക്കുക? സാധാരണ എങ്ങനെ നമ്മൾ സമ്മ് കണ്ടുപിടിക്കാറ്? സം ഈസ് ഈക്വൽ ടു എ ലൈക്ക് ഓക്കെ വെയിറ്റ് എ മിനിറ്റ്. ഇതിൽ സം ഞാൻ ജസ്റ്റ് ഇവിടെ സം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ കളറിലാണ് വരുന്നത്. എന്താ വെച്ചാൽ സം ഐ തിങ്ക് അതൊരു ഇൻബിൽട്ട് ഫംഗ്ഷൻ ആണ് പൈത്തണത്തെ, ആൻഡ് അത് ലിസ്റ്റിന്റെ ഫുൾ സം കണ്ടുപിടിക്കാനാണ് തോന്നുന്നു. സോ ഇത് യൂസ് ചെയ്യണ്ട. ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയൊരു വേരിയേഷൻ കൊണ്ടുവരിക. അതിൽ സം അണ്ടർസ്കോർ എന്ന് കൊടുക്കുക. അപ്പൊ അതൊരു വേരിയബിളായി മാറി. ഇപ്പൊ നോക്കി, ഇത് വൈറ്റ് കളറിലെ, അതേപോലെ ഇതൊരു വൈറ്റ് കളറാണ്. ഓക്കെ. സം അണ്ടർസ്കോർ ഈക്വൽ ടു എ പ്ലസ് ബി. സോ ഈ ഇൻപുട്ട് വരുന്നത് എ ആൻഡ് ഈ ഇൻപുട്ട് വരുന്നത് ബി, ആൻഡ് അത് രണ്ടെണ്ണം സമ്മ് ചെയ്തു. ആൻഡ് ലെറ്റ്സ് പ്രിന്റ് സം. സോ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എങ്ങനെയാണ് ഇൻപുട്ട് എടുക്കുക? ഇൻപുട്ട്. ഓക്കെ. ഇൻപുട്ട് ആൻഡ് ഇത് ഈസ് ഔട്ട്പുട്ട്. റൈറ്റ്. സോ അത്രേ ഉള്ളൂ. ഇൻപുട്ട് എടുത്തു, സം കണ്ടുപിടിച്ചു, ഔട്ട്പുട്ട് എടുത്തു, കണ്ടുപിടിച്ചു. ഓക്കെ. ആൻഡ് റൺ ഇറ്റ്. സോ എൻ്റർ എ വാല്യൂ വിച്ച് ഇസ് ലെറ്റ്സ് സേ 4. ആൻഡ് ഞാൻ കീബോർഡിൽ എൻ്റർ അമർത്താൻ പോകുന്നത്. എൻ്റർ ആൻഡ് ബി വാല്യൂ വിച്ച് ഇസ് 3 ആൻഡ് എൻ്റർ കൊടുക്കുമ്പോൾ ഇതാ 43. സോ ദിസ് ഇസ് റോങ്. എന്തുകൊണ്ട് റോങ്? ബിക്കോസ് ശരിക്കും ജസ്റ്റ് ഇവരെന്ത് ചെയ്തു വെച്ചാൽ 4ന്റെ കൂടെ 3 ആഡ് ചെയ്തു, പക്ഷേ ആഡ് ചെയ്തത് ഇൻ സ്ട്രിങ് ഫോർമാറ്റ് ആണ്. സോ എന്താ നോട്ട് ചെയ്യേണ്ട പോയിന്റ് വെച്ചാൽ ഇൻപുട്ട് എപ്പോഴും ഇൻപുട്ട് ഓൾവേസ് ടേക്സ് ഇൻ string. Okay. Always. So input meaning input function. So അതെങ്ങനെ മാറ്റും? അപ്പോൾ ഇവിടെ കൺവേർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇൻപുട്ട് നമ്മൾ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ഇൻറ്റീജർക്ക് ആക്കും. സോ ഇത്രയുള്ളൂ. ഇൻറ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ഇവിടെ ഒരു ക്ലോസ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻപുട്ട് എടുക്കുന്നു. സോ എന്താണോ ഇൻപുട്ട് എടുക്കുന്നത് അത് ഇൻറ്റിക്ക് കൺവേർട്ട് ചെയ്യും, പിന്നെ അതാണ് എയിൽ സ്റ്റോർ ചെയ്യുക. സോ ഇവിടെ നമ്മൾ പഠിച്ച് ഇൻപുട്ട് ആൻഡ് കൺവേർഷൻ. റൈറ്റ്. ഓക്കെ. സോ ഇതും ഒരു ഇൻറ്റ് ആൻഡ് ദിസ്. ഓക്കെ. സോ എ ഇൻറ്റായി, ബി ഇൻറ്റായി, സമ്മ് കണ്ടുപിടിക്കുന്നു, പ്രിന്റ് ചെയ്യുന്നു. ഒന്നും കൂടെ റൺ ചെയ്യാം. എൻ്റർ എ വാല്യൂ 7, B value 8, 15. 8 plus 7, 15.